ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടോപ്പ് നോച്ച് മൂവീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. 11 വർഷം മുമ്പ് ഇറങ്ങി ഇന്നും ഒരു വിസ്മയമായി കാണുന്ന ചിത്രം അവതാറിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. 2009 ജെയിംസ് ക്യാമറോണിൻ്റെ ഡയറക്ഷനിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് അവതാർ. എന്നാൽ 1997 മുമ്പ് തന്നെ പൂർത്തിയായ സ്ക്രിപ്റ്റ് ആയിരുന്നു അവതാറിൻ്റേത്. ടൈറ്റാനിക്കിൻ്റെ ഷൂട്ട് കഴിഞ്ഞ് ഉടനെ ജെയിംസ് ക്യാമറോൺ അനൗൺസ് ചെയ്ത ചിത്രമായിരുന്നു ഇത്. എന്നാൽ ചിത്രം കണ്ടവർക്കറിയാം 90% VFX മുൻഗണന നൽകിയാണ് അവതാർ ഒരുക്കിയിട്ടുള്ളത്. ഇന്ന് കണ്ടാലും വിഷ്വൽ എഫക്ട്സ് കണ്ട് ഞെട്ടുന്നൊരു ചിത്രമാണ് അവതാർ. എന്നാൽ 1997 ജെയിംസ് ക്യാമറോൺ ചിന്തിക്കുന്ന രീതിയിൽ ചിത്രം പൂർത്തിയാക്കാൻ സാധിക്കില്ലായിരുന്നു. അത്രയും ടെക്നോളജീസ് ആ കാലത്തില്ലായിരുന്നു. മാത്രമല്ല, അന്ന് നിലനിന്നിരുന്ന ടെക്നോളജി വെച്ച് പടം എടുത്താൽ തന്നെ $400 മില്യൺ കൂടുതൽ ചെലവ് ചിത്രത്തിന് വരുമായിരുന്നു. അന്നത്തെ കാലത്ത് ഒരു സിനിമയ്ക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു ബഡ്ജറ്റായിരുന്നു അത്. പിന്നീട് വർഷങ്ങൾ കാത്തിരുന്നു. പിന്നീട് ലോർഡ് ഓഫ് ദി റിങ്സ്, കിങ് കോങ് പോലെയുള്ള ചിത്രങ്ങൾ കണ്ടപ്പോൾ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എത്രത്തോളം വളർന്നു എന്ന് ക്യാമറോണിന് മനസ്സിലായി. ക്യാമറോൺ വീണ്ടും അവതാർ എന്ന പ്രോജക്റ്റുമായി മുന്നോട്ട് വന്നു. 2006 അവതാറിൻ്റെ സ്ക്രിപ്റ്റിൽ ചെറിയ മാറ്റങ്ങളെല്ലാം വരുത്തി സ്ക്രിപ്റ്റ് പൂർത്തിയാക്കി. തൻ്റെ സിനിമയ്ക്ക് വേണ്ടി ഒരു ലാംഗ്വേജ് തന്നെ ക്യാമറോൺ നിർമ്മിച്ചു. ഡോക്ടർ പോൾ ഫാർമറും ക്യാമറോണും കൂടെ നിർമ്മിച്ച ഭാഷയാണ് പാൻഡോറയിൽ സംസാരിക്കുന്ന നാവി ഭാഷ. വെറുതെ തോന്നിയ പോലെ ഉണ്ടാക്കിയ ഒരു ഭാഷയല്ല നാവി. 1000 വാക്കുകൾ ഉൾപ്പെടുന്ന വാക്കുകൾക്കെല്ലാം വെവ്വേറെ അർത്ഥമുള്ളൊരു ഭാഷയാണ് നാവി. നാവി എന്നാൽ ദീർഘദൃഷ്ടിയുള്ളവൻ എന്നാണ് അർത്ഥം. ഹോളിവുഡിലെ അന്നത്തെ വലിയ ചിത്രങ്ങളായ കിങ് കോങ്, പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് എന്നീ ചിത്രങ്ങളുടെ VFX ചെയ്തിട്ടുള്ള ബേറ്റ ഡിജിറ്റൽ തന്നെയാണ് അവതാറിൻ്റെ VFXും ചെയ്തിട്ടുള്ളത്. എന്ന ചിത്രം ഓട്ടിക്കാൻ വേണ്ടി മാത്രം സ്ക്രീനിലും സൗണ്ട്സിലും എല്ലാം മാറ്റം കൊണ്ടുവന്നു. പല 2D തിയേറ്റേഴ്സും പുറത്തിറങ്ങിയ അവഞ്ചേഴ്സ് എൻഡ് ഗെയിം എന്ന ചിത്രമായിരുന്നു. അതായത് 10 വർഷത്തോളം അവതാർ എന്ന ചിത്രമായിരുന്നു. 17 അവതാർ 2 എന്ന ചിത്രം റിലീസാവായിരിക്കുന്നത്. ലോകം മുഴുവനും ആ ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ സാങ്കേതികവിദ്യ ഇത്രയും വളർന്ന ഒരു കാലത്ത് ക്യാമറോൺ എന്ത് അത്ഭുതമായിരിക്കും അവതാർ 2 എന്ന ചിത്രത്തിൽ ഒരുക്കിയിട്ടുള്ളത്. അത് കാണാൻ തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ അവതാറിൻ്റെ അത്ര ടെക്നിക്കലി മികച്ചൊരു ചിത്രം ഇന്നു വരെ ഇറങ്ങിയിട്ടില്ല. സൗണ്ട്സിൻ്റെ കാര്യത്തിലായാലും വിഷ്വലിൻ്റെ കാര്യത്തിലായാലും ഇന്നും വേറൊരു തലത്തിൽ നിൽക്കുന്ന ചിത്രമാണ് അവതാർ. അവതാർ എന്ന ചിത്രം കണ്ടിട്ടില്ലാത്തവർ വളരെ ചുരുക്കമായിരിക്കും. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ മാക്സിമം ക്ലാരിറ്റിയുള്ള പ്രിൻ്റ് എടുത്ത് കാണാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ ഈ ചിത്രത്തിൻ്റെ ഫുൾ എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. OTT പ്ലാറ്റ്ഫോമിലോ മറ്റോ കയറി കാണുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം വിക്കിപീഡിയയിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് സൈറ്റുകളിൽ നിന്നും എടുത്തതാണ്. എൻ്റേതായ രീതിയിൽ ഞാനിവിടെ പ്രസൻറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ചാനലിൽ പരിചയപ്പെടുത്തുന്ന എല്ലാ സിനിമകളും ഡൗൺലോഡ് ചെയ്യാനുള്ള ടെലഗ്രാം ചാനൽ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യുക.